ഇത് കൊല്ലം ജില്ലയിലെ ഒരു പ്രദേശമാണ് എങ്കിലും ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിന് കീഴിലാണ് വരുന്നത്. അവിടുന്ന് പ്രസിദ്ധമായ പോർച്ചുഗീസ് പള്ളിയുണ്ട്. പിന്നെ മലബാറിൽ നിന്നൊരു സിദ്ധൻ ഇവിടെ വന്ന് രാജാവിനെ കാണുകയും രാജാവ് ഒരു സ്ഥലം പള്ളിക്ക് അനുവദിച്ചു എന്നും അവിടെ മുഴുവൻ കരുനാഗങ്ങളായിരുന്നു എന്നും ആ കരുനാഗങ്ങളൊക്കെ മാറ്റിയിട്ടാണ് അങ്ങനെയാണ് കരുനാഗപ്പള്ളി എന്ന പേര് വന്നതെന്നും വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പലവിധ വിശ്വാസങ്ങളുടെ ഒരു കേന്ദ്രവും കൂടിയാണ്. അലി ഹസൻ എന്ന് പറയുന്ന ഒരു മുസ്ലിം സിദ്ധൻ, അദ്ദേഹം ഈ കരുനാഗപ്പള്ളി അന്ന് ദേശിങ്ങനാടിൻ്റെ കീഴിലായിരിക്കണമല്ലോ ഇത്, അവിടുത്തെ നാട്ടുരാജാവിനെ കണ്ടു. അപ്പോൾ കണ്ടിട്ട് അദ്ദേഹത്തിന് കുറച്ച് സ്ഥലം വേണം പള്ളി സ്ഥാപിക്കാൻ. അപ്പോൾ അദ്ദേഹം ഈ ഒരു പ്രദേശം കാണിച്ചു കൊടുത്തു. അന്നെല്ലാം വന്യമൃഗങ്ങളും ഒക്കെ ഉണ്ട്, അതിലേറ്റവും കുറഞ്ഞ പ്രദേശമാണ് കൊടുത്തത്. അവിടെ പക്ഷേ കരിനാഗങ്ങൾ ധാരാളമായിട്ടുണ്ടായിരുന്നു. കരിനാഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ കരിമൂർഖൻ ആയിരിക്കണം. ആ കരിനാഗങ്ങൾ ധാരാളമുള്ള സ്ഥലമായിരുന്നു. ഇവിടെ ഈ സിദ്ധൻ എന്ന് പറയുമ്പോൾ സൂഫി സമ്പ്രദായം പിന്തുടരുന്ന ആളായിരിക്കണം എൻ്റെ ഒരു വിശ്വാസം. അദ്ദേഹം ഈ ഒരു നാഗവുമായിട്ട് നേരെ അങ്ങ് അദ്ദേഹത്തിൻ്റെ രാജകൊട്ടാരം എന്ന് പറയുമ്പോൾ നാടു രാജാവിൻ്റെ കൊട്ടാരമാണ്, അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കൊട്ടാരത്തിലുള്ള സകലമാർ പേരും പരിഭ്രാന്തരായി നാലുപാട് ഓടി. അപ്പോൾ ഈ സിദ്ധൻ എടഞ്ഞുപോയ പാമ്പിനെ തിരിച്ചു പിടിച്ചെടുത്ത് കൊണ്ടുപോയി. പിന്നെ ആരും ആ പാമ്പിനെ കണ്ടിട്ടില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.